എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നവസാമ്പത്തിക പരിഷ്കാരം ഈ ഒരു കുറിച്ചുള്ള മെയിൻ എക്സാംസിൽ വളരെ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് ചോദിക്കുന്നതാണ് നവസാമ്പത്തിക പരിഷ്കാരം. അപ്പോൾ അതിലുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. 1991 വിദേശ കടവുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യ അഭിമുഖീകരിച്ചു. ഓക്കെ, അപ്പോൾ 1991 വിദേശ കടവുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യ അഭിമുഖീകരിച്ചു. വിദേശ കടത്തിൻ്റെ തിരിച്ചടവ് പോലും നടത്താൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. വിദേശ കടവൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 91 തിരിച്ചടയ്ക്കാൻ പറ്റില്ല. എണ്ണയും മറ്റ് പ്രധാന ഇന്ധനങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വിദേശ നാണയ ശേഖരം വളരെ പരിമിതമായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ അല്ലെങ്കിൽ മറ്റ് ഇന്ധനങ്ങൾ ഇറക്കുമതി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വിദേശ നാണ്യശേഖരം ഉണ്ടായിരിക്കണം. അത് വളരെ കുറവായിരുന്നു. അതായത് 2 ആഴ്ചയ്ക്ക് പോലും ആവശ്യമായ ഇറക്കുമതിക്ക് തികയുമായിരുന്നില്ല. ഒന്ന്, നമുക്ക് കടം പോലും തിരിച്ചയക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണ്, ഇന്ധനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ വിദേശ നാണയ കരുതൽ ഉണ്ടായിരുന്നില്ല. 2 ആഴ്ചയ്ക്ക് പോലുമുള്ള വിദേശ നാണയ കരുതൽ ഇന്ത്യയുടെ പക്കലുണ്ടായിരുന്നില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില വൻതോതിൽ കുതിച്ചുയർന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്ത് ചെയ്തു, വൻതോതിൽ കുതിച്ചുയർന്നു. ഈ അവസരത്തിൽ സാമ്പത്തിക സഹായത്തിനായി ഇന്ത്യ ലോകബാങ്കിനെയും അന്താരാഷ്ട്ര നാണയനിധിയും സമീപിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, കട തിരിച്ചയക്കാനില്ല, ഇന്ധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള കരുതൽ ശേഖരം ഇല്ല. പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ വില ഭയങ്കര കൂടി. അപ്പോൾ നമ്മൾ ആരെ ആശ്രയിച്ചു, ലോകബാങ്കിനെയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നാണയനിധിയെയും ആശ്രയിച്ചു. ഈ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിനായി 700 കോടി അമേരിക്കൻ ഡോളർ വായ്പയായി ലഭിച്ചു. അപ്പോൾ നമ്മൾ ലോകബാങ്ക് IMFനോട് പറഞ്ഞപ്പോൾ എന്ത് കിട്ടി, 700 കോടി അമേരിക്കൻ ഡോളർ എന്ത് കിട്ടി, നമുക്ക് വായ്പ കിട്ടി. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിനായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉദാരീകരിക്കുകയും തുറന്ന സമ്പദ് വ്യവസ്ഥ ആക്കുകയും ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇവർ 700 കോടി അമേരിക്കൻ ഡോളർ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഉദാരവൽക്കരണം അല്ലെങ്കിൽ ഉദാരീകരിക്കുകയും ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥ ആക്കുകയും ചെയ്തത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഉദാരീകരിക്കുകയും തുറന്ന സമ്പദ് വ്യവസ്ഥ ആക്കുകയും ചെയ്ത് നമുക്കുണ്ടായ പ്രതിസന്ധിക്ക് ബദലായി അവർ 700 കോടി അമേരിക്കൻ ഡോളർ വായ്പ നൽകി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഉദാരീകരിക്കുകയും തുറന്ന സമ്പദ് വ്യവസ്ഥ ആക്കുകയും ചെയ്തത്. എന്തൊക്കെ മാറ്റം വരുത്തി, സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണങ്ങൾ മാറ്റുക, വിവിധ മേഖലകളിലെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക. ചിലതിലുള്ള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക എന്നീ നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഉദാരീകരണം സംഭവിച്ചു, തുറന്ന നടപടി സ്വീകരിച്ചു. എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു, നമ്മുടെ സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണം കുറയ്ക്കണം, ഗവൺമെൻറ്റിന് ചില സ്ഥലങ്ങളിലുള്ള നിയന്ത്രണം കുറയ്ക്കണം, ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിലുള്ള നിയന്ത്രണങ്ങളും എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം. വ്യാപാരത്തിലുള്ള കുറയ്ക്കാനല്ല, നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വകാര്യ മേഖലയിൽ നിയന്ത്രണം മാറ്റുക, ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ കുറയ്ക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വിദേശ ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക. ലോകബാങ്കിൻ്റെയും IMFൻ്റെയും നിബന്ധനകൾ ഇന്ത്യ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പറഞ്ഞതാരാ, ലോകബാങ്കും IMFും ആണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ അത് അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കാനുമാണ് പുത്തൻ സാമ്പത്തിക നയങ്ങൾ ലക്ഷ്യമിട്ടത്. എന്താ, സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുക, തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യാവസായിക വളർച്ച സൃഷ്ടിക്കുക. വ്യാവസായിക വളർച്ച തടസ്സങ്ങൾ നീക്കിയിട്ട് വ്യാവസായിക വളർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ മത്സര അധിഷ്ഠിതമാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പുത്തൻ സാമ്പത്തിക നയം ലക്ഷ്യമിട്ടത്. ഇനി പുത്തൻ സാമ്പത്തിക നയങ്ങളെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന് സുസ്ഥിരമാക്കൽ നടപടിയും ഒന്ന് ഘടനാപരമായ പരിഷ്കാരവും. ഇത് ചോദിച്ചിട്ടുണ്ട്. സുസ്ഥിരമാക്കൽ നടപടിയുണ്ട്, ഘടനാപരമായ പരിഷ്കാരമുണ്ട്. ഇനി എന്താണ് സുസ്ഥിരമാക്കൽ നടപടി അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്? സുസ്ഥിരമാക്കുക അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ, ഇംഗ്ലീഷിലും ചോദിക്കാം, ചിലപ്പം മലയാളത്തിൽ ചോദിക്കാം. സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളാണ്. അപ്പോൾ സുസ്ഥിരമാക്കൽ എന്താണ്, ഹ്രസ്വമായിട്ടുള്ള നടപടിയാണ്. അടവു ശിഷ്ടത്തിലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. അപ്പോൾ സുസ്ഥിരമാക്കൽ എന്ന് പറഞ്ഞാൽ ഹ്രസ്വമാണെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടി. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണെന്ത്, സുസ്ഥിരമാക്കൽ നടപടി ലക്ഷ്യമിട്ടത്. രാജ്യത്ത് ആവശ്യമായ വിദേശ നാണയ ശേഖരം നിലനിർത്തുക,
വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ സുസ്ഥിരമാക്കൽ നടപടികൾ പ്രാബല്യത്തിൽ വരുത്തി. അപ്പോൾ എന്തൊക്കെയാണ്? ആവശ്യമായ വിദേശ നാണയ ശേഖരം, അതായത് പെട്ടെന്ന് നമ്മളുടെ എന്ത് ചെയ്യണം, നമുക്കുണ്ടായ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്, അതായത് ഹ്രസ്വമായിട്ട് നടപ്പാക്കാനുള്ളതാണ് സുസ്ഥിരമാക്കൽ. അതിനുവേണ്ടി അവിടെ ഉണ്ടായിരുന്ന പണപ്പെരുപ്പം നമുക്ക് കുറയ്ക്കണം. പിന്നെ എന്ത് പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ കമ്മി നമുക്ക് പരിഹരിക്കണം. പിന്നെന്താണ്, ആവശ്യമായ വിദേശ നാണയ ശേഖരം നിലനിർത്തുക. ആവശ്യമായ വിദേശ നാണയ ശേഖരം നിലനിർത്തുക. രാജ്യത്തെ വിദേശ നാണയ ശേഖരം നിലനിർത്തുക, വിലക്കയറ്റം നിയന്ത്രിക്കുക. ഇതൊക്കെ എന്താ, സുസ്ഥിരമാക്കലിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇനി ഘടനാപരമായ പരിഷ്കാരം, സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സ്. ഓക്കെ, ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ദീർഘകാല നടപടികളാണ്. അപ്പം ഹ്രസ്വകാല നടപടിയായിരുന്നു എന്ത്, നമ്മുടെ സുസ്ഥിരമാക്കൽ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. എന്നാൽ ഘടനാപരമായ അല്ലെങ്കിൽ സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സ് എന്താ, ഒരു ദീർഘകാലം നടപടിയാണ്. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. ദീർഘകാലമായതുകൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. വിവിധ മേഖലകളിൽ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. 1. കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. 2. വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ്. ദീർഘകാലം കൊണ്ട് നടക്കേണ്ടതാണ് കാര്യക്ഷമതയും മത്സരക്ഷമതയൊക്കെ. അപ്പോൾ അത് നടപ്പിലാക്കുന്ന എവിടെയാണ്, ഘടനാപരം അല്ലെങ്കിൽ സ്ട്രക്ചറൽ മെഷേഴ്സിലാണ്. ഓക്കെ, ഘടനാപരമായ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഗവൺമെൻറ് ആരംഭിച്ചതാണ് എന്തൊക്കെ, ഉദാരീകരണം, സ്വകാരീകരണം, ആഗോളീകരണം. അതായത് കുറച്ച് കാലം കൊണ്ട് നമുക്ക് നടപ്പിലാക്കേണ്ടതാണ് ഉദാരീകരണം, സ്വകാരീകരണം, ആഗോളീകരണം. അപ്പോൾ അത് എന്തിൻ്റെ ഭാഗമാണ്, ഘടനാപരമായ പരിഷ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, സുസ്ഥിരമാക്കൽ നടപടി സ്റ്റെബിലൈസേഷൻ, അല്ലെങ്കിൽ ഘടനാപരമായത് സ്ട്രക്ചറൽ. അപ്പോൾ സുസ്ഥിരമാക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഹ്രസ്വമാണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത്, അവിടെ ഉണ്ടായിരുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ കമ്മി കുറയ്ക്കണം, പണപ്പെരുപ്പം കുറയ്ക്കണം, വിലക്കയറ്റം നിയന്ത്രിക്കണം, പിന്നെ എന്ത് ചെയ്തു, വിദേശ നാണ്യശേഖരം നിലനിർത്തണം പെട്ടെന്ന് തന്നെ. എന്നാൽ ഘടനാപരത്തിൽ എന്താണ്, നമുക്ക് കുറച്ച് ദീർഘകാലം എടുത്തിട്ട് ചെയ്താൽ മതി. അതായത് നമ്മുടെ മത്സരക്ഷമത, കാര്യക്ഷമത എന്നിവ കൂട്ടുക. അതിനുവേണ്ടി നമ്മൾ നടപ്പിലാക്കിയതാണ് ഉദാരീകരണം, സ്വകാരീകരണം, ആഗോളീകരണം എന്നിവ. എന്താണ് ഉദാരീകരണം? ലിബറലൈസേഷൻ. സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും വികസനത്തെയും തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. ഓക്കെ, നിയന്ത്രിച്ചിരുന്ന നിയമങ്ങൾ, നമ്മൾ നിയന്ത്രിച്ചിരുന്നത് എന്താ ചെയ്തത്, ഒന്ന് ലിബറലാക്കുകയാണ് ചെയ്തത് അല്ലേ. അത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്, ലോകബാങ്കും IMFും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെയും വികസനത്തെയും തടസ്സപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതാണ് ഉദാരീകരണ നടപടി. ഈ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ എന്ത് ചെയ്യുക, തുറന്നു കൊടുക്കുക. 1980കളിൽ തന്നെ ഇന്ത്യയിൽ ഉദാരീകരണ നയങ്ങൾ ആരംഭിച്ചിരുന്നു. എപ്പോൾ മുതൽ ആരംഭിച്ചിട്ടുണ്ട്, 1980 മുതൽ ഉദാരീകരണ നടപടി ആരംഭിച്ചിരുന്നു. 1991 ആരംഭിച്ച ഉദാരീകരണം കൂടുതൽ സുഗമമായിരുന്നു. അപ്പം 80കളിൽ ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ 91 കുറച്ചും കൂടി സുഗമമായിരുന്നു. ഉദാരീകരണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയത് എന്തൊക്കെയാണ്, വ്യവസായ മേഖലയിലെ നിയന്ത്രണം മാറ്റൽ. ഉദാരീകരണത്തിൻ്റെ ഭാഗമായിട്ട് വ്യവസായ മേഖലയിലെ നിയന്ത്രണം മാറ്റൽ, ധനകാര്യ മേഖലാ പരിഷ്കാരങ്ങൾ, നികുതി പരിഷ്കാരങ്ങൾ, വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ, വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങൾ. നിയന്ത്രണം മാറ്റിയത് വ്യവസായ മേഖലയിലാണ്. നികുതി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. വ്യവസായ പരിഷ്കാരങ്ങൾ, വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ, വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ഉദാരീകരണത്തിലാണ്. ഓക്കെ, എന്തൊക്കെയാണ്, നികുതി പരിഷ്കാരം, ധനകാര്യ മേഖലാ പരിഷ്കാരം, വിദേശവിനിമയ പരിഷ്കാരം, വ്യാപാര നിക്ഷേപ പരിഷ്കാരം, വ്യവസായ മേഖലയിലെ നിയന്ത്രണം മാറ്റൽ. അപ്പോൾ മറ്റൊരു കാര്യം ആലോചിക്കണം, എന്താണ്, IMFും ലോകബാങ്കിനോട് നമ്മൾ കടം മേടിച്ച സമയത്ത് അവർ നമ്മളോട് പറഞ്ഞത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇന്ത്യയും ബാക്കിയുള്ള രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റാൻ പറഞ്ഞു. പിന്നെ എന്ത് കുറയ്ക്കാൻ പറഞ്ഞത്, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം കുറയ്ക്കാനും സ്വകാര്യ മേഖലകളുടെ നിയന്ത്രണം മാറ്റാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിൽ നമ്മൾ പറഞ്ഞു, വ്യാവസായിക മേഖലയിലെ നിയന്ത്രണം എന്താ, എടുത്തു കളയണം. അപ്പോൾ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിൽ സമ്പദ് വ്യവസ്ഥയെ മോചിപ്പിക്കുക എന്നതാണ് ഉദാരവൽക്കരണം. പ്രത്യേകിച്ച് എവിടെയാണ്, വ്യാവസായിക മേഖലയിലുള്ള നിയന്ത്രണങ്ങൾ മോചിപ്പിക്കുക. അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തി. സർക്കാർ നിയന്ത്രണവും സ്വാധീനം എന്ത് ചെയ്തിട്ടുണ്ട്, പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 80കളിലാണ് എന്ത് ചെയ്തത്, ആദ്യമായിട്ട് ഉദാരവൽക്കരണം വരുന്നത്. അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴാണ്, 85ലാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണ നടപടി തുടക്കം കുറിച്ചത് 1985ലാണ്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റം ഉണ്ടായത് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട്, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു.
നമ്മൾ പറഞ്ഞു വ്യവസായ മേഖലയിലാണ് എന്ത് ചെയ്തത്, നിയന്ത്രണം ഇല്ലാണ്ടാക്കിയത്. അപ്പം വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. കമ്പോളത്തിലെ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിൻവലിച്ചിട്ടുണ്ട്. കമ്പോള ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പാദന ശേഷി വികസിപ്പിക്കാനും വൈവിധ്യവൽക്കരിക്കാനും കമ്പനികൾക്ക് സ്വാതന്ത്ര്യം നൽകി. അപ്പോൾ കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചിട്ട് എന്ത് ചെയ്തു, ഉൽപ്പാദന ശേഷി വികസിപ്പിക്കുക, വൈവിധ്യവൽക്കരിക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു, കമ്പനികൾക്ക് കൊടുത്തു. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. കൂടുതൽ മേഖലയിൽ എന്ത് ചെയ്തു, വിദേശ നിക്ഷേപം അനുവദിച്ചു. സ്വകാര്യ മേഖലയിൽ ലൈസൻസിങ് ഒഴിവാക്കി. സ്വകാര്യ മേഖലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലൈസൻസിങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ. മദ്യം, സിഗരറ്റ്, വ്യാവസായിക സ്ഫോടക വസ്തുക്കൾ, പ്രതിരോധ ഉപകരണങ്ങൾ, അപകടകരമായ രാസവസ്തുക്കൾ എന്നിവയ്ക്ക് ലൈസൻസ് ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഉൽപ്പാദന ശേഷി വികസിപ്പിക്കാനും വൈവിധ്യവൽക്കരിക്കാനുള്ള അധികാരം കമ്പനികൾക്ക് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചിട്ടുണ്ട്. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവാക്കി, സ്വകാര്യ മേഖലയിൽ ലൈസൻസിങ് ഒഴിവാക്കി. പക്ഷേ എന്തിനൊക്കെ ലൈസൻസിങ് ഉണ്ട്, നമ്മുടെ മദ്യം, സിഗരറ്റ്, വ്യാവസായിക സ്ഫോടക വസ്തുക്കൾ, പ്രതിരോധ ഉപകരണങ്ങൾ തുടങ്ങിയ അപകടകരമായ രാസവസ്തുക്കൾ എന്നിവയ്ക്ക് ലൈസൻസ് ആവശ്യമാണ്. ഓക്കെ. അപ്പോൾ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെൻറ് കാലത്താണ്, PV നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. എന്താ നവ ഉദാരവൽക്കരണം? SCERTയിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണെന്ത്, നവ ഉദാരവൽക്കരണം. അപ്പോൾ നവ ഉദാരവൽക്കരണം നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ, സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെയാണ് നവ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞു. എന്താണ് സ്വകാര്യവൽക്കരണം? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയും മാനേജ്മെൻറ്റും സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെ, പൊതുമേഖലാ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയും മാനേജ്മെൻറ്റും സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. വ്യവസായ, വ്യാപാര, വാണിജ്യ ബന്ധങ്ങളിലുള്ള സർക്കാർ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ച നയമാണിത്. ഓക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ, നമ്മൾ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ ഉദാരം ആക്കുക, അതായത് വ്യവസായങ്ങളിലെ നിയന്ത്രണം, കമ്പോളങ്ങളിലെ നിയന്ത്രണം, വിദേശ നിക്ഷേപം കൂടുതലാക്കുക, അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ ലൈസൻസിങ് ഒഴിവാക്കുക എന്നൊക്കെയുള്ള പറഞ്ഞത്. പക്ഷേ സ്വകാര്യവൽക്കരണത്തിൽ വരുമ്പോൾ എന്താ ചെയ്യുന്നത്, പൊതുമേഖലയിലുള്ളത് എന്താ ചെയ്യാണ് ചെയ്യുന്നത്, പ്രൈവറ്റൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയും മാനേജ്മെൻറ്റ് സ്വകാര്യ കമ്പനികൾക്ക് നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. വ്യവസായ, വ്യാപാര, വാണിജ്യ ബന്ധങ്ങളിലുള്ള സർക്കാർ നേരിട്ടുള്ള നിയന്ത്രണം എന്ത് ചെയ്യുക, കുറയ്ക്കാൻ ഉദ്ദേശിച്ചു. വ്യാവസായികം, വ്യാപാരം, വാണിജ്യ ബന്ധങ്ങളിലുള്ള സർക്കാർ നേരിട്ടുള്ള പങ്കാളിത്തം എന്ത് ചെയ്തു, കുറയ്ക്കാൻ ശ്രമിച്ച നയമാണെന്ത്, സ്വകാര്യവൽക്കരണം. പൊതുമേഖലാ കമ്പനികളുടെ 50%-ലധികം ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കപ്പെടുന്നത് വഴി കമ്പനികളുടെ നിയന്ത്രണവും ഉടമസ്ഥാവകാശവും ആർക്ക് ലഭിക്കും, സ്വകാര്യ കമ്പനികൾക്ക് ലഭിക്കും. 50% കൂടുതൽ ആർക്ക് വിറ്റാൽ, പൊതുമേഖലേൻ്റെ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കായിരിക്കും, പ്രൈവറ്റ് കമ്പനിക്കായിരിക്കും. ഇനി എന്താണ് സ്വകാര്യവൽക്കരണത്തിൻ്റെ കാരണം? സാമ്പത്തിക അച്ചടക്കം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സാമ്പത്തിക അച്ചടക്കം മെച്ചപ്പെടുത്തുക, ആധുനികവൽക്കരണം സുഗമമാക്കുക, വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, മാനേജ്മെൻറ്റ് കഴിവുകൾ ഫലപ്രദമായി ഉപയോഗിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ സാമ്പത്തിക അച്ചടക്കം എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്തു, നമ്മൾ സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നു. ആധുനികവൽക്കരണത്തിന് വേണ്ടി സ്വകാര്യവൽക്കരണം, ആധുനികവൽക്കരണം, സാമ്പത്തിക അച്ചടക്കം, വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് കഴിവുകൾ ഫലപ്രദമായി ഉപയോഗിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ. പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മാനേജ്മെൻറ്റ് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തും. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കാര്യക്ഷമത മെച്ചപ്പെടുത്തും. അപ്പോൾ ആഗോളവൽക്കരണം, കാര്യക്ഷമത, അതുപോലെ തന്നെ എന്താ, സാമ്പത്തിക അച്ചടക്കം, വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നത്. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ 50%-ൽ താഴെ മാത്രം ഓഹരികൾ വിറ്റൊഴിക്കുന്നതുകൊണ്ട് ഉടമസ്ഥാവകാശവും നിയന്ത്രണവും പൊതുമേഖലാ കമ്പനികൾക്ക് തന്നെയായിരിക്കും. നമ്മൾ പറഞ്ഞു സ്വകാര്യവൽക്കരണത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുകയാണ്. അത് 50%-ൽ കൂടുതൽ വിറ്റിട്ടുണ്ടെങ്കിൽ എന്താ, അതിൻ്റെ ഉടമസ്ഥാവകാശം സ്വകാര്യ കമ്പനികൾക്കാണ്. എന്നാൽ 50%-ൽ താഴെയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്ക് തന്നെയായിരിക്കും, പൊതുമേഖലാ കമ്പനികൾക്ക് തന്നെയായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തായിരിക്കും, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ,
പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താ? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം, അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. നിലവിൽ ഈ സ്ഥാപനം അറിയപ്പെടുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ് എന്നാണ്. DIPAM, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഉദാരവൽക്കരണം പറഞ്ഞു. എന്താ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞേ? വ്യാവസായിക നിയന്ത്രണങ്ങൾ പരിമിതപ്പെടുത്തുക അല്ലേ? വ്യാവസായികം തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുക എന്നാണ് നമ്മളൊരു സ്വകാര്യവൽക്കരണത്തിൽ പറഞ്ഞ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കുക. ഇനി എന്താണ് ആഗോളവൽക്കരണം? ഓക്കെ, ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ആഗോള വിപണിക്ക് തുറന്നു കൊടുക്കുന്ന നടപടിയാണെന്ത്? ആഗോളവൽക്കരണം. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ആഗോള വിപണിക്ക് തുറന്നു കൊടുക്കുന്നതാണെന്ത്? ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം, തൊഴിലാളികളുടെ ഒഴുക്ക്, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നിവ മൂലം രാജ്യങ്ങൾ ആശ്രയത്വവും ഇവിടെ കാണപ്പെടുന്നു. സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവും കാണപ്പെടുന്നുണ്ട്. എന്താണ്? രാജ്യത്തിൻ്റെ, അതായത് നമ്മൾ ആഗോളവൽക്കരണം നടത്തുകയാണ് അല്ലേ? ആഗോള വിപണിക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? മൂലധന പ്രവാഹം ഉണ്ടാവും, തൊഴിലാളികളുടെ ഒഴുക്കുണ്ടാവും, സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഉണ്ടാവും. അങ്ങനെ പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവും ഇവിടെ കാണപ്പെടുന്നു. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിനെയാണ് ആഗോളവൽക്കരണം എന്ന് പറയുക. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിക്കുന്നതിന് എന്ത് പറയുന്നു? ആഗോളവൽക്കരണം എന്ന് പറയുന്നു. ഇനി എന്താണ് കമ്പോളവൽക്കരണം? കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിനിടയാക്കിയ ആശയമാണ് നവ ഉദാരവൽക്കരണം. എന്താ നവ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ? സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായും നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് നവ ഉദാരവൽക്കരണം. അപ്പോൾ കമ്പോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തിനിടയാക്കിയത് എന്താണ്? നവ ഉദാരവൽക്കരണമാണ്. എല്ലാം എന്താണ്? കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിലെ ലഭ്യമാകൂ എന്ന പ്രവണതയാണ് കമ്പോളവൽക്കരണം. നവോദാരവൽക്കരണമാണ് കമ്പോളവൽക്കരണത്തിന് കാരണം. എല്ലാം കമ്പോളത്തിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ കമ്പോളത്തിലെ ലഭ്യമാകൂ എന്ന് പറയുന്ന പ്രവണതയാണ് കമ്പോളവൽക്കരണം. കമ്പോളവൽക്കരണത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താ? ലാഭമാണ്. പരമമായ ലക്ഷ്യം എന്താ? ലാഭം. ആഗോളവൽക്കരണം ഒരു നയമല്ല, അതൊരു പ്രതിഭാസമാണെന്ന് അഭിപ്രായപ്പെട്ടത് അമർത്യ സെന്നാണ്. എന്താ പറഞ്ഞേ? ആഗോളവൽക്കരണം ഒരു നയമല്ല, അതൊരു പ്രതിഭാസമാണെന്ന് പറഞ്ഞത് അമർത്യ സെന്നാണ്. ഇനി നവ സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെ? അനുകൂല ഫലങ്ങൾ. GDP വളർച്ചയിൽ നവസാമ്പത്തിക പരിഷ്കാരം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് GDP വളർച്ച എന്ത് ചെയ്തു? കൂടി. പ്രത്യക്ഷവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെയും നിക്ഷേപം വർദ്ധിപ്പിച്ചു. പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും എന്ത് ചെയ്തിട്ടുണ്ട്? വർദ്ധിച്ചു. വിദേശ നാണയ കരുതൽ ശേഖരത്തിന് വർധനവുണ്ടായി. നമ്മൾ വിദേശ നാണയ കരുതൽ ശേഖരം കുറഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? പുത്തൻ സാമ്പത്തിക നയം ആവിഷ്കരിച്ചത്. അപ്പം വിദേശ നാണയ കരുതൽ ശേഖരം കൂടി, GDP കൂടി, അതുപോലെ തന്നെ വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപം കൂടി. ഇനി ആഗോളവൽക്കരണ മേഖലയിലേക്ക് പ്രവേശിച്ച സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വിപണി കേന്ദ്രീകൃതമാക്കി. ആഗോളവൽക്കരണ മേഖലയിലേക്ക് പ്രവേശിച്ച് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ എന്താക്കി? വിപണി കേന്ദ്രീകൃതമാക്കി. എന്തൊക്കെയാണ് പ്രതികൂല വശങ്ങൾ? സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഔട്ട്സോഴ്സിംഗ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു. അതായത് തൊഴിലവസരം കൂടുതലുണ്ടായിരുന്നു, പക്ഷേ എന്താ? തൊഴിലില്ലാത്തവരുടെ വളർച്ച അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതൊരു പ്രതികൂല വശമാണ്. അതുപോലെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണത്തിൽ മെയിനായിട്ട് എന്താ നമ്മൾ പറഞ്ഞത്? വ്യവസായ നിയന്ത്രണങ്ങളെ മോചിപ്പിക്കുക. അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ നിയന്ത്രണങ്ങളെ പരിമിതപ്പെടുത്താൻ മാത്രമേ ഉദാരവൽക്കരണത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സർക്കാർ സ്ഥാപനങ്ങൾ വിൽക്കുന്നത് എവിടെയാണ്? അത് സ്വകാര്യവൽക്കരണത്തിലാണ്. ഓക്കെ, ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആഗോള വിപണിക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്.